വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേണിംഗ്. ഇന്ന് നമ്മൾ ഫേസ് 2 2023 10th പ്രിലിംസിലെ 5th സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ സയൻസ് സെക്ഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. നമുക്കെല്ലാവർക്കും അറിയാതെ അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്, അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? അതിലെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നാലാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയാണ്? അപ്പോൾ കുഷ്ഠം ഒരു ബാക്ടീരിയൽ രോഗമാണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും ചിലപ്പോൾ ചോദ്യം വരെ കുഷ്ഠം ഏത് തരം രോഗമാണെന്ന്. അത് ബാക്ടീരിയൽ രോഗമാണ്. അത് പകരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിലെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി, സമ്പർക്കം മുഖേനയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. ഓപ്ഷൻ എ, സ്നേഹസ്പർശം. അടുത്ത ക്വസ്റ്റ്യൻ, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, മോണോസൈറ്റും ന്യൂട്രോഫിലും. അടുത്ത ക്വസ്റ്റ്യൻ, പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയർ ചെടിയുടെ സങ്കര ഇനം ഏതാ? ഓപ്ഷൻ ബി, ഭാഗ്യലക്ഷ്മിയാണ് പയർ ചെടിയുടെ സങ്കര ഇനം. അടുത്ത ക്വസ്റ്റ്യൻ, വനവിഭവം അല്ലാത്തത് ഏതാണ്? പശ ഉണ്ട്, തേനുണ്ട്, കോലരക്കുണ്ട്, മണ്ണെണ്ണയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതിൽ വനവിഭവം അല്ലാത്തത് ഏതാണ്? മണ്ണെണ്ണയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഓപ്ഷൻ എ, സൾഫർ ഡയോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാ? ഓപ്ഷൻ സി, നമ്മുടെ ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം ആൻസർ ഓപ്ഷൻ എ, 7. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി, റുദർഫോർഡിൻ്റെ സംഭാവനയാണ്. അടുത്തത്, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ ഡി, സിങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, 18. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. നെക്സ്റ്റ്, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ വസ്തു ഏതാ? ഓപ്ഷൻ ബി, കാർമോയ്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ചലനങ്ങളെക്കുറിച്ച് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ഭ്രമണ ചലനം. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ എ, രാകേഷ് ശർമ്മയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ്? ആൻസർ ഓപ്ഷൻ ഡി, അപവർത്തനം. നെക്സ്റ്റ്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, ബാഷ്പീകരണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ സയൻസ് സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? കാറ്റുണ്ട്, തിരമേലുണ്ട്, പെട്രോളുണ്ട്, കൽക്കരി ഉണ്ട്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം, കാറ്റും തിരമാലയും. അപ്പം നമ്മൾ 10th പ്രിലിംസ് 2023 ഫേസ് 2 നടന്ന 5 സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.